ഇത് ഗോദ, തെരഞ്ഞെടുപ്പ് ഗോദ, രാഷ്ട്രീയ ഗോദ. ലോകത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ഉത്സവം, ജനാധിപത്യത്തിന്റെ ഉത്സവം. ആകെ 543 രാഷ്ട്രീയ ഗോദകളിൽ മത്സരം പൊടിപൊടിക്കുകയാണ്. കേരളത്തിലെ 20 ഗോദകൾ, ത്രികോണ മത്സരം നടക്കുന്ന ഗോദകൾ, നേരിട്ട് രണ്ട് മുന്നണികൾ ഏറ്റുമുട്ടുന്ന ഗോദകൾ. എന്തായാലും ഈ ഗോദയിലേക്ക് പല രാഷ്ട്രീയ അടവുകൾ മുതൽ ഏറ്റവും അവസാനം ജാതിയും മതവും അടക്കം ഊഴിക്കടകൻ വരെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കാത്തിരിക്കുകയാണ് കേരളത്തിലെ പ്രേക്ഷകർ, കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തി വോട്ട് ചെയ്യാൻ വേണ്ടി. അതിന്റെ ഭാഗമായിട്ടാണ് 20 മണ്ഡലങ്ങളിലും ഞങ്ങൾ ന്യൂസ് 18 രാഷ്ട്രീയ ഗോദയുമായി എത്തുന്നത്. ഇനിയും പോരാട്ടത്തിന്റെ, മത്സരത്തിന്റെ നാളുകളാണ്. കാരണം രാഷ്ട്രീയ ചൂട്, ഈ വല്ലാത്ത ചൂടിനേക്കാൾ കൂടുതലായി രാഷ്ട്രീയ ചൂട് കേരളത്തിൽ അങ്ങനെ തിളച്ചു മറിയുകയാണ്. കുറഞ്ഞത് 5-6 മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ പോരാട്ടം കേരളത്തിൽ നടക്കുന്നു. പതിവിന് വിപരീതമായുള്ള അടവുകൾ രാഷ്ട്രീയ കക്ഷികൾ പുറത്തെടുക്കുന്നു. എല്ലാവർക്കും ഇത് അഭിമാനത്തിന്റെ പോരാട്ടമാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത്, ഞാനും കിരൺ ബാബുവും ഉള്ളത് ശക്തന്റെ നാട്ടിലാണ്, പൂരത്തിന്റെ നാട്ടിലാണ്. ഇവിടെ ശക്തന്റെ നാട്ടിൽ, പൂരത്തിന്റെ നാട്ടിൽ വലിയ മത്സരം നടക്കുന്ന ഒരു നാടുകൂടിയായി ഇത് മാറുകയാണ്. ഒരു പോരാട്ടത്തിന്റെ നാടുകൂടിയായി ഇത് മാറുകയാണ്. കാരണം ഇവിടെ 3 മുന്നണികളും വലിയ പോരാട്ടത്തിലാണ്. ശക്തമായ ത്രികോണ പോരാട്ടം കേരളത്തിൽ നടക്കുന്ന ഒരു മണ്ഡലം കൂടിയായി ഈ തൃശൂർ മാറുകയാണ്. വടക്കുംനാഥന്റെ തെക്കേ ഗോപുരനടയിലാണ് വിശിഷ്ടാതിഥികളും പ്രധാനപ്പെട്ട പ്രേക്ഷകരും, പ്രധാനപ്പെട്ട ആളുകളും നമ്മളോടൊപ്പം, തൃശൂരിൽ നല്ലവരായ നാട്ടുകാരും നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അവരിലേക്ക് വളരെ പെട്ടെന്ന് പോകണം. കഴിഞ്ഞ തവണ ഇവിടെ വിജയിച്ചത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ TN പ്രതാപനാണ്. കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്നത് KPCCയുടെ സെക്രട്ടറി CC ശ്രീകുമാറാണ്. ശ്രീ CC ശ്രീകുമാർ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഉണ്ട്. ഇവിടെ BJPയുടെ പ്രതിനിധിയായി എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് KR ഹരിയാണ്. അദ്ദേഹം ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം നമ്മുടെ BJPയുടെ വിശിഷ്ടാതിഥിയായി ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തുകയും അതിന് 1-2 തവണ വീതം വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണിയുടെ പ്രതിനിധിയായി CPIയുടെ ജില്ലാ സെക്രട്ടറി വത്സരാജ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ദേശീയ രാഷ്ട്രീയം മുതൽ പ്രാദേശിക വിഷയങ്ങൾ വരെ ചർച്ചയാവുന്ന ഈ തെരഞ്ഞെടുപ്പാണ്. ദേശീയ രാഷ്ട്രീയം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുഖ്യമായി നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം 3 മുന്നണിയുടെയും പ്രധാനപ്പെട്ട പ്രതിനിധികൾ 3 മിനിറ്റിൽ അവരുടെ ദേശീയ രാഷ്ട്രീയങ്ങൾ, ഈ മുന്നണി ജയിച്ചാൽ അല്ലെങ്കിൽ ഈ മുന്നണി എന്താണ് മുന്നോട്ട് വെക്കുന്ന ദേശീയ രാഷ്ട്രീയം എന്നുള്ള വിഷയം, കഴിഞ്ഞ തവണ വിജയിച്ച കോൺഗ്രസിന്റെ പ്രതിനിധി, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ KPCCയുടെ ജില്ലാ സംസ്ഥാന സെക്രട്ടറി CC ശ്രീകുമാറിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയുടെ കേരള പരിപ്രേക്ഷ്യമായ ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിലാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും അഖിലേന്ത്യാ തലത്തിലും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഇന്ത്യ മുന്നണിക്കും ഒരേ മുദ്രാവാക്യമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. രാജ്യത്ത് തകർന്നടിയപ്പെട്ട മതേതരത്വം, രാജ്യത്ത് തകർന്നടിയപ്പെട്ട ജനാധിപത്യം, അതിന്റെ വീണ്ടെടുക്കലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യ മുന്നണിയും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷം ഭരിച്ച് ഈ രാജ്യത്തിന്റെ മുച്ചൂട് മുടിച്ച നരേന്ദ്രമോദി സർക്കാരിന്റെ അന്ത്യം കുറിക്കലാണ് പ്രധാന ഉത്തരവാദിത്വം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ആരംഭിച്ചപ്പോൾ ഭാരതീയരായ അല്ലെങ്കിൽ ഇന്ത്യക്കാരായ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. 10 വർഷം ഭരിച്ച ഈ സർക്കാർ അവസാന മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് അവസാനത്തെ വിജ്ഞാപനം പുറത്തിറങ്ങുന്നത്, അല്ലെങ്കിൽ അവസാന വാദമുഖം പുറത്തിറക്കുന്നത് കഴിഞ്ഞ 10 വർഷം തങ്ങൾ ഭരിച്ച നാടിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പേരിലല്ല, അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങളുടെ പേരിലല്ല വോട്ട് ചോദിക്കുന്നത്. പരമാവധി ജനങ്ങളെ വർഗീയമായി ധ്രുവീകരിച്ച് സമുദായികമായി വിഘടിപ്പിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ വർഗീയ ധ്രുവീകരണത്തിലെ ജനങ്ങളെ ഓരോ കള്ളികളാക്കി തിരിക്കാമെന്നതിന്റെ വലിയ ഗവേഷണം നടത്തി പൌരത്വ ഭേദഗതിയുടെ പേരിലാണ് ഒരു സർക്കാർ ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിനെ, 10 വർഷം ഭരിച്ച ഒരു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വെച്ചാൽ നമുക്ക് ബോധ്യമാണ്. കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്തിന്റെ നഷ്ടപ്പെട്ട ദിനങ്ങളായിരുന്നു എന്നുള്ള കാര്യം ബോധ്യമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുന്നണിയുടെ കേരള പരിപ്രേക്ഷ്യമായ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നേരിടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അഖിലേന്ത്യാ തലത്തിൽ BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേരിടുമ്പോൾ കേരളത്തിൽ നമ്മൾ നേരിട്ട് മത്സരം നടക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. 7 വർഷത്തിലേറെ ഭരണം നടത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചും ഇവിടെ പറയാനില്ല. പറയാനുള്ളത് ആകെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സംഘപരിവാർ സർക്കാർ പറഞ്ഞതുപോലെ
പൗരത്വ ഭേദഗതിയുടെ പിന്നിൽ അവരും കടിച്ചു തൂങ്ങുകയാണ്. അതായത് സംസ്ഥാനം ഭരിച്ച സർക്കാരായാലും വേണ്ടില്ല, കേന്ദ്രം ഭരിച്ച സർക്കാരായാലും വേണ്ടില്ല, കഴിഞ്ഞ 10 വർഷത്തെയും കഴിഞ്ഞ 7 വർഷത്തെയും അവരുടെ പ്രോഗ്രസ് കാർഡ് പരിശോധിക്കപ്പെടുമ്പോൾ ഈ രാജ്യത്ത് ക്ഷേമ വികസന പ്രവർത്തനം ഒന്നും നടത്താൻ കഴിയാതെ രാജ്യത്തെ ജനങ്ങളെ പരമാവധി വിഘടിപ്പിക്കുന്ന രാഷ്ട്രീയം പങ്കുവയ്ക്കുന്ന മുന്നണികൾക്കെതിരെയുള്ള വലിയ പോരാട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണിയും സംസ്ഥാന തലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തീർച്ചയായും രാജ്യം ഭരിക്കുന്ന മുന്നണിക്കെതിരെയും സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിക്കെതിരെയുമാണ് ശ്രീകുമാർ സംസാരിച്ചത്. നമുക്കറിയാം, തൃശൂരിൽ കഴിഞ്ഞ തവണയും വലിയ പോരാട്ടം നടന്ന ഒരു മണ്ഡലമാണ്. ഈ തൃശൂരിൽ പോരാട്ടത്തിൽ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് വന്നത് CPIയുടെ സ്ഥാനാർത്ഥിയാണ് ശ്രീ KK വത്സരാജ്. ദേശീയ രാഷ്ട്രീയത്തിൽ നിരവധിയായ സംഭവവികാസങ്ങൾക്ക് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ സാക്ഷ്യം വഹിച്ചു. നമുക്കറിയാം, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായാണ് നിങ്ങൾ ദേശീയ തലത്തിൽ മത്സരിക്കുന്നെങ്കിൽ കേരളത്തിൽ മത്സരം വ്യത്യസ്തമാണ്. അത് ഏത് തരത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലെ സംഭവവികാസങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും? പല ഘടകങ്ങളുണ്ടാകും സ്വാഭാവികമായും എന്നാണ് താങ്കൾ കരുതുന്നത്. നമ്മുടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന NDA സർക്കാരിനെ അതിന്റെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആത്യന്തികമായ ലക്ഷ്യം. കാരണം ഈ ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തെ സാമൂഹികമായും അതുപോലെ തന്നെ മതപരമായും സ്വത്വപരമായും വിശ്വാസപരമായും ഭിന്നിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ തന്നെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം കൊണ്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാളുകളിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനവും മതനിരപേക്ഷ സമൂഹവും നമ്മുടെ ഭരണഘടനയും നമ്മുടെ സമത്വാധിഷ്ഠിതമായിട്ടുള്ള ഈ ഇന്ത്യയുടെ എല്ലാ നല്ല പൈതൃകങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വിഭജനത്തിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു ഗവൺമെന്റിന് തുടരാൻ അനുവദിക്കാൻ പാടില്ല. ഒരു ഭാഗത്ത് സാമൂഹികമായി ഈ രീതിയിൽ ഭിന്നിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് നമ്മുടെ രാജ്യത്തെ ചങ്ങാത്ത മുതലാളിത്തവുമായി സന്ധി ചെയ്തുകൊണ്ട് ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത്. ഇവിടെ 90കളിൽ ആരംഭിച്ച പുതിയ സാമ്പത്തിക നയം അതേപടി മുന്നോട്ട് കൊണ്ടുപോവുകയും കേന്ദ്ര ഗവൺമെന്റ് അത് എല്ലാ മേഖലകളിലും വിപുലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സാമ്പത്തിക നയത്തിന്റെ ബലമായി ഇന്ത്യ രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, വിലക്കയറ്റം വർദ്ധിച്ചു വരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ മേഖലകളും സാമ്പത്തികമായി വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. രാജ്യം സാമ്പത്തികമായി വളർന്നു എന്ന് കൊട്ടിഘോഷിക്കുകയും ആ സാമ്പത്തിക വളർച്ചയുടെ ഗുണഫലം ഇന്ത്യയിലെ ചെറിയ ന്യൂനപക്ഷം വരുന്ന കോർപ്പറേറ്റ് മുതലാളിമാർക്ക് മാത്രമായി പങ്കുവച്ചു കൊടുക്കുകയും ചെയ്യുന്ന നടപടിയാണ് രാജ്യത്ത് നടക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് തന്നെ 127 രാജ്യങ്ങളിൽ 111ാം സ്ഥാനം പട്ടിണിയുടെ ഇൻഡെക്സിൽ ഇന്ത്യ എത്തിച്ച് നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനതയെ കൂടുതൽ പാവപ്പെട്ടവരാക്കുന്ന, ദാരിദ്ര്യം വർദ്ധിപ്പിക്കുന്ന, തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുന്ന, ഇവിടെ വിലക്കയറ്റം വർദ്ധിപ്പിക്കുന്ന ഈ നടപടി ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബദൽ സാമ്പത്തിക നയം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സാമൂഹികവുമായും സാമ്പത്തികവുമായും അത്തരമൊരു ബദൽ ഇന്ത്യ രാജ്യത്ത് മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു ബദൽ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഇടതുപക്ഷ പ്രാതിനിധ്യം ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ വിഭജനത്തിന്റെ രാഷ്ട്രീയം, ജനാധിപത്യ വിരുദ്ധമായ രാഷ്ട്രീയം, ഭരണഘടനാപരമല്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റിനെ ഒരു കാരണവശാലും തുടരാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഒരു യോജിപ്പ് ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവുകയും അതിലൂടെ കേന്ദ്രത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും വേണം എന്ന നിലപാടാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ആ നിലപാടിന് അനുകൂലമായി ഇന്ത്യ രാജ്യത്ത് ജനവിധി ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അഡ്വക്കേറ്റ് KR ഹരി, ഈ സംസാരിച്ച രണ്ടുപേരും കേന്ദ്രത്തിനെതിരെയാണ് പറഞ്ഞത്. കേന്ദ്രത്തിലെ നയങ്ങൾ ഈ ഏറ്റവും ഒടുവിൽ CAA പോലും പരാമർശിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ രണ്ടു മുന്നണി നമുക്കറിയാം ഇവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അല്ല മത്സരിക്കുന്നത്. ഇവിടെ മുഖ്യ എതിരാളികൾ CPM-ഉം കോൺഗ്രസുമാണ് എന്ന് പറയുന്നു. BJPയുടെ സ്പേസ് എന്താണ്? അല്ല, താങ്കൾ തന്നെ പറഞ്ഞല്ലോ ഇവർക്ക് രണ്ടുപേർക്കും ഒരു നിലപാടില്ലാത്തവരാണെന്ന് താങ്കൾ പറയാതെ പറഞ്ഞു വെച്ചു. അവർക്ക് കേരളത്തിന് പുറത്തൊരു നിലപാടും കേരളത്തിനകത്ത് മറ്റൊരു നിലപാടുമാണ്. ഡൽഹിയിൽ ചെന്നാൽ കൈകോർക്കുകയും കേരളത്തിൽ ചെന്നാൽ കയ്യൂക്ക് കാണിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് അവർക്ക് എന്ന് താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞു വെച്ചു.
കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ ആകമാനം പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് കമ്മ്യൂണിസം. ഇപ്പോൾ കമ്മ്യൂണിസത്തിന് മറ്റു വഴികളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അവര് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്നാണ് പറയുന്നത്. ചില റാലികളിൽ പങ്കെടുക്കുന്നില്ല, ചിലതിൽ പങ്കെടുക്കും. എന്തായാലും നരേന്ദ്രമോദിയെ എതിർക്കുന്ന കാര്യത്തിൽ ഇവര് രണ്ടു കൂട്ടരും കൂടിയുള്ളത് നല്ലതാണ്. കാരണം CPIക്ക് ഈ രാജ്യത്ത് ആകെ ഒരു MP ആണുള്ളത്, കോൺഗ്രസിന് 53 43 എത്രയാണുള്ളത്. അപ്പൊ എല്ലാം കൂടി കൂട്ടിയാലും പാർലമെന്റിന്റെ ഒരു മൂലയ്ക്ക് ഇരുന്ന് കുറച്ച് ഉറക്കെ സംസാരിക്കാനുള്ള ശക്തിയെങ്കിലും കിട്ടുന്ന എനിക്ക് പ്രതിപക്ഷ ഒരു ഏകീകരണം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ജനാധിപത്യത്തിൽ പ്രതിപക്ഷം ഒരു അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ട് ഇവരൊക്കെ ഒരുമിച്ച് നിന്നാൽ തന്നെയും ഒരു പ്രതിപക്ഷത്തിന് ഒരു സ്പേസ് ഉണ്ടാവുമെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷെ നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും സത്യമല്ല എന്നുള്ളത് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കറിയാവുന്നത് കൊണ്ടാണ്. ഒന്നാം NDA സർക്കാർ വിജയകരമായി ഭരണം പൂർത്തിയാക്കി അതിനേക്കാൾ വളരെ കൂടുതൽ സീറ്റുകളുമായി NDA രണ്ടാമതും ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നത്. ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരോ രാഹുൽ ഗാന്ധിയുടെ അനുയായികളോ എല്ലാം ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചിരുന്ന കുപ്രചരണങ്ങൾ നരേന്ദ്രമോദിക്ക് വ്യക്തിപരമായും ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരായും നടത്തിയിരുന്ന വ്യക്തിഹത്യാപരമായിട്ടുള്ള പരാമർശങ്ങൾ, അതുപോലെ തന്നെ കല്ലുവെച്ച പച്ച നുണകൾ, ഇതെല്ലാം കഴിഞ്ഞ തവണയും 2019 ഇലക്ഷൻ സമയത്ത് ഇവർ നടത്തിയിരുന്നു. ആ ജനങ്ങൾ ആ നുണകളെല്ലാം ഭാരതത്തിലെ ജനാധിപത്യ വിശ്വാസികളായ ഉന്നതമായിട്ടുള്ള മൂല്യങ്ങളുള്ള ജനാധിപത്യ മൂല്യങ്ങളുള്ള ഈ നാട്ടിലെ ജനങ്ങൾ, ആ ജനങ്ങൾ തിരസ്കരിച്ചതുകൊണ്ടാണ് ഇവര് വീണ്ടും അല്ലാതായി ഇന്ത്യയിൽ തന്നെ അപ്രസക്തരായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ രാജ്യത്ത് നിരവധിയായ പദ്ധതികൾക്കാണ്, സാധാരണക്കാരന് നേരിട്ട് ലഭിക്കുന്ന പദ്ധതികൾക്കാണ് നരേന്ദ്രമോദി സർക്കാർ നേതൃത്വം കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് ആദ്യമായി അവരുടെ അടുക്കളകളിൽ സൗജന്യമായി ഗ്യാസ് കണക്ഷൻ എത്തിക്കുന്ന ഉജ്ജ്വൽ യോജന പദ്ധതിയായാലും, ആദ്യ പ്രസവത്തിന് അമ്മമാർക്ക് ഒരു അഭിമാനമായി നൽകുന്ന 6000 രൂപ നൽകുന്ന മാതൃവന്ദന യോജനയായാലും, പാവപ്പെട്ട പെൺകുട്ടികളുടെ പഠനത്തിനും വിവാഹത്തിനുമായി നൽകുന്ന സുകന്യാ സമൃദ്ധി പദ്ധതിയായാലും, എല്ലാ വീടുകളിലും ജലമെത്തിക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതിയായാലും, കർഷകർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു ലോക്കൽ സെക്രട്ടറിയുടെയും മണ്ഡലം പ്രസിഡന്റിന്റെയും ഒപ്പിന് കുപ്പി എന്ന മുദ്രാവാക്യമില്ലാതെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് വരുന്ന നേരിട്ട് പണം നൽകുന്ന കൃഷി സമ്മാൻ നിധിയായാലും, ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹൈവേ വികസനമായാലും, സാധാരണക്കാരനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ, സ്ത്രീകളെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ, ജാതി മത വർഗ വ്യത്യാസമില്ലാതെ സകല ജനങ്ങൾക്കും നേരിട്ട് സഹായങ്ങൾ എത്തിക്കുന്ന ഒരു സർക്കാർ. ആ സഹായം അവരിലേക്ക് നേരിട്ടെത്തുന്നത് കൊണ്ട് അവരോട് പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്നുള്ളത് കൊണ്ടാണ് രണ്ടാം മോഡി സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നത്. അല്ലാതെ കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും പ്രചരിപ്പിച്ച കള്ളങ്ങൾ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ മുഖവിലേക്കെടുത്തിരുന്നുവെങ്കിൽ രണ്ടാം മോദി സർക്കാർ ഉണ്ടാവില്ലല്ലോ. അവർക്ക് ലഭിച്ച ആനുകൂല്യങ്ങളെക്കുറിച്ച് അവർ ഉത്തമ ബോധ്യമുള്ളവരാണ്. സാധാരണക്കാരനു വേണ്ടി ജനഹിതങ്ങളായിട്ടുള്ള ഉപകാരപ്രദങ്ങളായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് അവരിലേക്ക് ഒരു രാഷ്ട്രീയ ദല്ലാളിന്റെയും ഇടനിലയില്ലാതെ പദ്ധതികൾ എത്തിക്കുന്ന ഗുണഭോക്താക്കളാക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളിടത്തോളം കാലം ഈ വട്ടവും ഇവർക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ചില കള്ളപ്രചരണങ്ങളുമൊക്കെയായി നടക്കാം. അത് കഴിഞ്ഞാൽ വീണ്ടും പാർലമെന്റിന്റെ പുറകിൽ പോയിരുന്നു കൂവാം. മൂന്ന് മുന്നണിയുടെയും പ്രതിനിധികൾ പറഞ്ഞുവെന്ന് തോന്നുന്നു. CPIക്ക് 1 അല്ല 2 MPമാരാണ് ലോക്സഭയിലുള്ളത്, 2 രാജ്യസഭയിലും. എന്തായാലും ഇനി നിങ്ങൾക്കുള്ള അവസരമാണ് ഏറ്റവും കൂടുതൽ ഈ തീരുമാനിക്കേണ്ടത്. ഇവർ പറയുന്നതനുസരിച്ച് വോട്ട് ചെയ്യണോ വേണ്ടയോ, ഏതാണ് ശരി തെറ്റ് എന്ന് തീരുമാനിക്കേണ്ടത് പ്രധാനമായും വോട്ടർമാർ തന്നെയാണ്. വോട്ടർമാരാണ് അന്തിമമായ അധികാരികൾ. നിങ്ങളുടെ ചോദ്യങ്ങൾ തുടങ്ങാം. എന്റെ പേര് സജിത് കെ രവി. ഞാൻ ഇപ്പോ പഠിക്കുകയാണോ? അല്ല, ഞാൻ വർക്ക് ചെയ്യാണ്. ഞാൻ ഫാബ്രിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പൊ സാർ ഇപ്പൊ പറഞ്ഞു, ഇപ്പോ ഒരുപാട് ആനുകൂല്യങ്ങൾ തരുന്നു, മോദി സർക്കാർ തരുന്നു എന്നൊക്കെ പറഞ്ഞു, കുറെ നടപ്പിലാക്കി എന്നൊക്കെ പറയപ്പെട്ടു അല്ലേ? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരൊറ്റ കാര്യം. കുറച്ചു കാലം മുമ്പ് ഇവിടെ പറയപ്പെട്ടിരുന്ന ഒരു പ്രസ്താവനയായിരുന്നു സ്വച്ഛ് ഭാരത്, കിധർ സ്വച്ഛ് രായ ഉധർ ശൌചാലയ്. ഓർമ്മയിലുണ്ടാവും. 28 സംസ്ഥാനത്ത് യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ, തനിച്ച്. ഞാൻ കണ്ടിട്ടില്ല ഈ സ്വച്ഛ് ഭാരതിന്റെ ഭാഗമായിട്ടുള്ള ഈ ശൌചാലയം എവിടെയൊക്കെ വന്നു എന്നുള്ളത് എന്റെ ഒരു ചോദ്യമാണ്. കാരണം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴും കർണാടകയിലും തമിഴ്നാട്ടിലും നമ്മുടെ കേരളത്തിൽ പോലും കക്കൂസില്ലാത്ത നാടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് എവിടെയാണ് ഇത് നടപ്പിലായത്? കക്കൂസ് പണിത് ഏതൊക്കെ നാട്ടിലാണ്? അതുപോലെ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ചോദിച്ചോട്ടെ?
നിങ്ങൾക്കാണ് അവസരം. നിങ്ങളാണ് ചോദിക്കേണ്ടത് ഞങ്ങളെക്കാൾ കൂടുതൽ. താങ്ക് യു. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ രാഷ്ട്രീയം മൊത്തത്തിൽ താളം തെറ്റി കിടക്കല്ലേ? മൊത്തത്തിൽ താളം തെറ്റി കിടക്കല്ലേ? ഇന്ത്യൻ രാഷ്ട്രീയം മൊത്തത്തിൽ കൂടെയാണല്ലേ? അതെ. ഇപ്പോ മതേതര ഇന്ത്യ എന്നൊരു പേര് നമ്മുടെ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ആ ഇന്ത്യയെ ഇപ്പൊ അടുത്ത് മോദി സർക്കാർ പറഞ്ഞുണ്ടാക്കിയ ഒരു കാര്യമാണ് ഹിന്ദുമത രാഷ്ട്രമാക്കണം ഇന്ത്യ. മതേതര ഇന്ത്യ. 1948 ഗാന്ധിജി ഒരു ഇന്ത്യക്കാരൻ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊന്നപ്പോ അന്ന് തോറ്റു തുടങ്ങിയതാണ് നമ്മുടെ രാഷ്ട്രീയം. ഇന്ത്യൻ രാഷ്ട്രീയം അന്ന് തോറ്റു തുടങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാല് അതുവരെ ഉണ്ടായിരുന്ന ഒരു മതേതര ഇന്ത്യ, ഒരു എന്താ പറയാ, മതേതര ഇന്ത്യ മാത്രല്ല, അതായിരുന്നു ഇന്ത്യ. അന്നായിരുന്നു ഇന്ത്യ. ഇന്നത്തെ ഇന്ത്യ അല്ല. ഇന്ന് വേണമെങ്കിൽ മതം വളർത്തുന്ന ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലേ? ശരിക്കും ഇന്നത്തെ ഇന്ത്യയില് ഹരി, അത് വളരെ കൃത്യമായ ചോദ്യം ഹരിയോടാണ്. കാരണം മറ്റൊന്നുമല്ല, രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. സ്വച്ഛ് ഭാരത് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ മോദി സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി വലിയ പ്രചരണം നടത്തിയൊരു പദ്ധതിയാണ്. 28 സംസ്ഥാനങ്ങൾ യാത്ര ചെയ്ത ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. പേരെ ഒന്നുകൂടെ. സജിത്ത്, ചെറുപ്പക്കാരൻ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. മറ്റൊന്ന്, ഈ മതേതര ഇന്ത്യ എവിടെ എന്ന ചോദ്യം, അതിന് മറുപടി അവർ തരും. പക്ഷെ ഹരിയുടെ ഉത്തരത്തിൽ നിന്ന് തുടങ്ങണോ? അത് തീർച്ചയായിട്ടും. ആദ്യം ശൗചാലയങ്ങളിലേക്ക് തന്നെ വരാം. ഈ ഒരു കൺസെപ്റ്റ് അന്ത്യോദയ എന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ അടിസ്ഥാനമായിട്ടുള്ള തത്വശാസ്ത്രത്തിൽ ഊന്നിയാണ് ഈ പറയുന്ന എല്ലാ കൺസെപ്റ്റുകളും, ഈ എല്ലാ ഭരണ നയങ്ങളും ഈ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശൗചാലയം, എല്ലാ വീടുകളിലും ശൗചാലയം എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോൾ ഈ രാജ്യത്ത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. നിലതെറ്റിയ ഈ നാട്ടിലെ പ്രതിപക്ഷങ്ങൾ അതിനെ കളിയാക്കി. കക്കൂസ് കുത്തലാണോ പ്രധാനമന്ത്രിയുടെ പണി എന്ന് ചോദിച്ച് അതിനെ ആക്ഷേപിച്ച രാഷ്ട്രീയമാണ് ഭാരതത്തിൽ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, നിലതെറ്റി രാഷ്ട്രീയമാണ്. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് അദ്ദേഹം എവിടെയെല്ലാം യാത്ര ചെയ്തു എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ അപമാനിക്കാൻ ഞാൻ തയ്യാറുമല്ല. പല സംസ്ഥാനങ്ങളിലും, അത് ഒരു സംസ്ഥാനങ്ങളില്ല, 29 സംസ്ഥാനങ്ങളിലും നമുക്കറിയാം. കേരളത്തിൽ ഉൾപ്പെടെ അതൊരു പരിധി വരെ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 3 കോടിയിലധികം കക്കൂസില്ലാത്ത വീടുകളിൽ ശൗചാലയം നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് 2022 വരെയുള്ള കണക്ക്. ഇപ്പോൾ അത് വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട്. ശൗചാലയങ്ങൾ മാത്രമല്ല, സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞാൽ ശൗചാലയങ്ങൾ മാത്രമല്ല, വിവിധ തരത്തിലുള്ള പദ്ധതികൾ ഈ സ്വച്ഛ് ഭാരതിന്റെ കീഴിൽ ഈ സർക്കാർ നടപ്പിലാക്കുകയും അതെല്ലാം വളരെ ഫലപ്രദമായി പല സംസ്ഥാനങ്ങളിലും നടപ്പിലാവുന്നുണ്ട്. പിന്നെ കേരളത്തിൽ എന്തുകൊണ്ടാണ് നടപ്പിലാവാത്തതെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ അങ്ങനെ രാജ്യം നൽകുന്ന പല പദ്ധതികളും നടപ്പിലാവുന്നില്ല. ഇപ്പൊ ജൽജീവൻ മിഷൻ, ആ ജൽജീവൻ മിഷൻ വളരെ വലിയ കാലം കേരളത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടു. ആളുകൾക്ക് വെള്ളം കൊടുക്കുന്ന പദ്ധതിയാണ്. പക്ഷെ അത് രാഷ്ട്രീയപരമായ ചില കാരണങ്ങൾ, നിങ്ങൾക്കറിയാലോ കേരളം ആരാ ഭരിക്കുന്നതെന്ന്, പല കാരണങ്ങൾ കൊണ്ട് അത് തടഞ്ഞു വെക്കപ്പെട്ടു. ആയുഷ്മാൻ പദ്ധതി, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു കാർഡ് കൊടുത്ത് 5 ലക്ഷം രൂപയ്ക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ഒരു പദ്ധതിയാണത്. ആ പദ്ധതി കേരളത്തിൽ നടപ്പിലാവുന്നില്ല. ഇവിടെ നമ്മുടെ നമ്മൾ തൃശ്ശൂർക്കാരായതുകൊണ്ട് തൃശ്ശൂർ ദയ ഹോസ്പിറ്റലിൽ താങ്കൾക്കറിയാം, ഏതാണ്ട് 200-ന് മുകളിൽ ആളുകൾ ആ കാർഡ് ഉപയോഗിച്ച് ചികിത്സ തേടിയിരുന്നു. അദ്ദേഹത്തിന് ആദ്യത്തെ ചോദ്യം, എത്ര സംസ്ഥാനങ്ങൾ ഇത് പൂർണ്ണമായി നടപ്പാക്കിയിട്ടുണ്ട്? പൂർണ്ണമായിട്ട് എവിടെ നടപ്പിലാക്കിയിട്ടില്ല. ഞങ്ങൾ 10 കൊല്ലമായിട്ടുള്ളൂ. 65 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്ന ഒരു മുന്നണിയിൽ നിന്ന് സർക്കാർ വന്നിട്ട് ആകെ 10 വർഷമായിട്ടുള്ളൂ. ആ 10 വർഷം ക്രമാനുഗതമായി നടപ്പിലാക്കി. പൂർണ്ണമായി നരേന്ദ്രമോദി അവകാശപ്പെട്ടിട്ടുണ്ട് എവിടെയെങ്കിലും സ്വച്ഛ് ഭാരത് ഈ രാജ്യത്ത് പൂർണ്ണമായി? അങ്ങനെ പൂർണ്ണമാകുമ്പോൾ ഇവിടെ സർക്കാരിന്റെ ആവശ്യമില്ലാതാവുമല്ലോ. ഞങ്ങൾ അത് പൂർണ്ണമാക്കാനുള്ള ഉത്തമമായ പരിശ്രമത്തിലാണ്. അപ്പൊ കേരളത്തിൽ അത് നടപ്പിലാവാത്തതിന്റെ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അദ്ദേഹം ഇടപെട്ടതുകൊണ്ടാണ്. അതൊന്ന് ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കാം. ആയുഷ്മാൻ ഭാരത് 5 ലക്ഷം രൂപ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ്. ആ പദ്ധതി കേരളത്തിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിന്റെ ഉത്തരം പറയുന്നത് ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷത്തോടൊപ്പം മുന്നണിയായി മത്സരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ അംഗമായിട്ടുള്ള കോൺഗ്രസുമാണ്. മറ്റൊന്ന്, മതരാഷ്ട്രം. ഭാരതം മതരാഷ്ട്രം. നരേന്ദ്രമോദി ഈ സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റും എന്നുള്ള തരത്തിലാണ്. നരേന്ദ്രമോദി സർക്കാർ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് സുഹൃത്തിനെ എവിടെയോ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ അതിനുമായിട്ടുള്ള എന്തെങ്കിലും തെളിവ് തന്നാൽ ഞാനൊരു മറുപടി പറയാം. ഇല്ലാത്തൊരു കാര്യത്തിന് മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല. പിന്നെ മതരാഷ്ട്രമാക്കേണ്ട ഈ രാജ്യം 10 കൊല്ലമായിട്ട് ഞങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരു 25-30 കൊല്ലം ഭരിക്കാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നരേന്ദ്രമോദി സർക്കാരാണ്. എന്തിനാണ് ഈ രാജ്യത്ത് ഞങ്ങളുടെ മാതൃസംഘടനയായിട്ടുള്ള RSSന്റെ പിന്നെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് പ്രകാരം ഈ രാജ്യത്തുള്ള എല്ലാ ആളുകളും ഹിന്ദുക്കളാണ്. ആർക്കും അങ്ങനെ വേർതിരിവൊന്നുമില്ല. അതിൽ ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, പാഴ്സികളുണ്ട്, ജൈനകളുണ്ട്, ബുദ്ധിസ്റ്റുകളുണ്ട്, പല മതത്തിൽപ്പെട്ടവരുണ്ട്. എല്ലാവരും കൂടുന്ന
ഒരു രാഷ്ട്രമാണ് ഭാരതം. ആ എല്ലാ മതങ്ങൾക്കും സ്പേസ് കൊടുത്തിട്ടുള്ള രാഷ്ട്രമാണ് ഭാരതം. എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്ന രാഷ്ട്രമാണ് ഭാരതം. ഇനിയും അവരെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ഭരണഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് ഈ രാജ്യം മുന്നോട്ട് പോകും. ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം പല പദ്ധതികളും കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും കാര്യക്ഷമമായി നടപ്പിലാകുന്നില്ല. അതിന് പലവിധ തടസ്സങ്ങളുണ്ട്. നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആയുഷ്മാൻ ഭാരത് പോലെയുള്ള സ്വച്ഛ് മിഷൻ പോലെയുള്ള ഈ ശൌചാലയം പോലുള്ള കാര്യങ്ങളിൽ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവാത്തത്? കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശുചിത്വം പാലിക്കുന്ന ഈ പറയുന്ന കക്കൂസ് ഉൾപ്പെടെയുള്ളത് നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ്. ഇവിടെ ഇനി ഒരു കക്കൂസ് നിർമ്മിക്കേണ്ടത് വളരെ വളരെ കുറച്ച് ആളുകൾ, അതിദാരിദ്ര്യന്മാരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടെ അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുന്ന നടപടിയാണ് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യണത്. ഇന്ത്യ രാജ്യത്ത് കേരളം പോലെ ഒരു സംസ്ഥാനമുണ്ട് ആരോഗ്യരംഗത്തെ നേട്ടം. ഇവിടെ ഇന്നത്തെ മനുഷ്യന്റെ ആയുർദൈർഘ്യം നോക്കിയാൽ മതി. 80 വയസ്സ് കഴിഞ്ഞാലാണ് ഇവിടെ വയസ്സന്മാരായിട്ടുള്ള ആളുകളുള്ളത്. ആ രീതിയിൽ ഇവിടുത്തെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിൽ ആരോഗ്യപരിപാലന രംഗത്ത് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ഒരു ശൃംഖല സൃഷ്ടിച്ച് ആരോഗ്യ പരിപാലന രംഗത്ത് ഇന്ത്യക്കാകെ മാതൃകയായ സംസ്ഥാന കേരളം. നമ്മൾ കണ്ടല്ലോ കോവിഡിന്റെ കാലത്ത് ഈ കേരളം ഏറ്റവും അഭിമാനകരമായി ലോകത്തിന്റെ തന്നെ മുന്നിൽ ഏറ്റവും കൂടുതൽ വികസിത മുതലാളിത്ത രാജ്യങ്ങളായിട്ടുള്ള അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും അതുപോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും അവിടുത്തെ ആളുകൾ പിടഞ്ഞു മരിക്കുമ്പോൾ അവരെയെല്ലാം സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച സംസ്ഥാനമാണ് കേരളം. കേരളം ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തേക്കാൾ ആരോഗ്യപരമായ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പൊതുവിതരണ രംഗത്തും മറ്റെല്ലാ മേഖലകളിലും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്. പിന്നെ കേന്ദ്രം കൊണ്ടുവരുന്ന പദ്ധതികളുടെ കണ്ടീഷനുകൾ പാലിച്ചുകൊണ്ട് നടപ്പാക്കുന്നതിന് ധാരാളമായിട്ടുള്ള പരിമിതി കേരളത്തിലുണ്ട്. നമ്മളറിയാലോ, ഇവിടെ ലൈഫ് മിഷൻ നടപ്പാക്കുന്നു. ഇവിടെ അതിനകത്ത് 72,000 രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് തരുന്നത്. ബാക്കി പൈസ എത്രയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് നൽകുന്നത്. ആ പദ്ധതി നടപ്പാക്കുമ്പോൾ പദ്ധതി പൂർത്തിയാക്കിയാൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കണം എന്ന നിലപാടെടുക്കുകയാണ്. അതിൽ കൂടുതൽ പണവും ഇവിടുത്തെ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിക്കുക. എന്നിട്ട് ആ പദ്ധതിയുടെ മുകളിൽ പ്രധാനമന്ത്രിയുടെ പടം വെക്കണം. ഇവിടെ കൊടുക്കുന്ന കിറ്റിന്റെ മുകളിൽ പ്രധാനമന്ത്രിയുടെ പടം വെക്കണം. ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു പടവും വെക്കാതെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകുകയും അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുകയും അത്തരത്തിൽ പൊതുവിതരണ രംഗത്തും അതുപോലെ തന്നെ പൊതുജനാരോഗ്യ രംഗത്തും എല്ലാം മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് കേരളം. മറ്റെല്ലാം തെറ്റായ പ്രചരണമാണ്. ഉത്തരം വളരെ വ്യക്തമാണ്. പക്ഷേ ഒരൊറ്റ മറുപടി. ആരോഗ്യരംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു സംസ്ഥാനമായിട്ടാണ് സർക്കാർ ഈ കേരളം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ നമ്മളിരിക്കുന്ന ജനറൽ ഹോസ്പിറ്റലിന്റെ മുമ്പിലാ. ഇപ്പൊ വത്സരാജേട്ടൻ ഒരു നെഞ്ചുവേല വന്നാല് അവിടെ പരിശോധിക്കാൻ ഒരു ഡോക്ടറോ കൊണ്ടുപോയി ആംബുലൻസ് ഉണ്ടാവില്ല. അതിന് മെഡിക്കൽ കോളേജ് അത്താണിയിലേക്ക് പോകേണ്ടി വരും. ഈ മുമ്പില് ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളോളമായി തിരിഞ്ഞു നോക്കാൻ ഇവർക്ക് ഭരണമില്ല. ഇവിടുത്തെ മേയറും കോർപ്പറേഷനും ഒരിക്കലും ശരിയല്ല. BJP സഹോദരനോട് ഞാൻ പറയാണ്, നിങ്ങളിപ്പോ പറഞ്ഞു ഇവിടെ ചികിത്സാ സഹായം കിട്ടാനില്ല എന്ന്. അപ്പൊ താങ്കൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അവിടെ പോയി നോക്കിയാൽ അറിയാം. ഒരുപാട് ജനങ്ങൾ അവിടെ ദൈനംദിനം ചികിത്സ തേടുന്ന ഒരു ഹോസ്പിറ്റലാണ്. എല്ലാതരം യൂണിറ്റുകളും താങ്കൾ യൂണിറ്റിന് പോയിട്ടുണ്ടോ? ഡയാലിസിസിന് പോയിട്ടുണ്ടോ? വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ജില്ലാ ഹോസ്പിറ്റല്. ഒരു കാര്യം, പ്രിയപ്പെട്ട സഹോദരനോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഭരണത്തിൽ കയറി വരുമ്പോൾ ഗ്യാസിന്റെ ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തരാം. നിങ്ങൾക്ക് തരാം. ഒറ്റ കാര്യം, ഗ്യാസിന് നിങ്ങൾ 10 വർഷം മുന്നേ കയറുമ്പോ ഇന്ന് നിങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു. സമസ്ത മേഖലകൾ എടുത്തു നോക്കിയാലും ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന
ദുർനടപടിക്കെതിരെ ഈ ഇലക്ഷനിൽ ജനം വിലയിരുത്തും. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഗവൺമെന്റ്, ഒരുപാട് നല്ല കാര്യങ്ങൾ. നമുക്ക് തൃശ്ശൂരിലെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം നിലച്ചിട്ട് പറയൂ. എന്റെ പേര് ഹരീഷ്, കണിമംഗലാണ് സ്ഥലം, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. എനിക്ക് ചോദിക്കാനുള്ളത് LDFന്റെ പ്രതിനിധിയോടാണ്. ഈ കൃഷിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ സർക്കാർ, സുനിൽകുമാറാണല്ലോ ഇവിടെ മത്സരിക്കുന്നത്, കൃഷിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ കൃഷി ചെയ്യുന്ന ഒരാളും കൂടിയാണ്. 3 വർഷമായിട്ട് തരിച്ച് കണിമംഗലത്തെ ഒരു സ്ഥലം കൃഷി, ഞാനും സുഹൃത്തും കൂടി കൃഷി ചെയ്യുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം തരിച്ച് കൃഷി ചെയ്ത് എന്റെ സബ്സിഡി എനിക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല. ഈ പ്രാവശ്യം കൊയ്ത്ത് കഴിഞ്ഞു ഇപ്പോ ഇതേവരെ സബ്സിഡി കിട്ടിയിട്ടില്ല തരിച്ച്. നിങ്ങൾ ഇത് എപ്പോഴാണ് ഈ കൃഷിനെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ തരിച്ച് കൃഷി ചെയ്ത കർഷകർ സബ്സിഡി എപ്പോഴാണ് കൊടുക്കുക? ചോദ്യം വ്യക്തമാണ്. കേരള ഗവൺമെന്റ് കാർഷിക മേഖലയിൽ വലിയ പുരോഗതി വരുത്തിയിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റാണ്. ഇവിടെ തരിച്ചു കിടക്കുന്ന ഭൂമി കൃഷിഭൂമിയാക്കി മാറ്റി ഇവിടുത്തെ കൃഷിയുടെ വിസ്തൃതി വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ LDF ഗവൺമെന്റ് കാലത്താണ്. ഇവിടെ സബ്സിഡി കിട്ടുന്നതിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട വിഹിതം കൂടി കിട്ടണം. നിങ്ങളെല്ലാവരും അറിയുന്നതല്ലേ, 57,000 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് സാമ്പത്തികമായിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ആ പൈസ കൂടി കിട്ടിയാൽ കേരള ഗവൺമെന്റ് എല്ലാ കാര്യത്തിലും ഈ പറയുന്ന സബ്സിഡി ഉൾപ്പെടെ കൊടുക്കാൻ കഴിയും. ശ്രീകുമാർ, താങ്കൾ ഈ പ്രാദേശിക വിഷയം വരുന്നു, ദേശീയ വിഷയങ്ങൾ വരുന്നു, എന്താണ് മറുപടി? കാരണം ദേശീയ വിഷയത്തിലെ സംസ്ഥാന കേന്ദ്ര തർക്കത്തിൽ താങ്കൾ എന്താണ്? ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികള് BJPയുടെ പ്രതിനിധി വളരെ വാദോരാതെ പറഞ്ഞു. അതിലൊറ്റ ഉദാഹരണം പരിശോധിച്ച് നമുക്കറിയാം. ഉജ്ജ്വൽ ഗ്യാസ് കണക്ഷൻ. ആ ഉജ്ജ്വൽ ഗ്യാസ് കണക്ഷൻ എടുത്ത ആളുകളിൽ ആദ്യ ഗ്യാസ് സിലിണ്ടർ സൗജന്യമായി കിട്ടി. രണ്ടാമത്തെ ഗ്യാസ് സിലിണ്ടർ എടുത്ത എത്ര ആളുകൾ ഇന്ത്യയിലുണ്ട്? 10 വർഷം മുമ്പ് നമ്മൾ അറിയേണ്ടതുണ്ട്. 10 വർഷം മുമ്പ് നിങ്ങൾക്ക് 400 രൂപയ്ക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ ലഭിക്കുമ്പോൾ അതിൽ 200 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡിയായി വന്നിരുന്നു. ഉജ്ജ്വൽ ഗ്യാസ് കണക്ഷനിലെ ആദ്യ സിലിണ്ടർ സൗജന്യമായി കിട്ടിയ ആളുകൾ, എന്റെ അറിവനുസരിച്ച് 97 ലക്ഷം ആളുകൾ ആദ്യ സിലിണ്ടർ മാത്രമാണ് എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ സിലിണ്ടർ എടുക്കാൻ അവരിൽ പണമില്ല. അവർ പഴയ പണി തന്നെയാണ്, ചുള്ളിക്കമ്പ് വെച്ച് തന്നെയാണ് അവർ ആഹാരം പാകം ചെയ്യുന്നത്. രണ്ടാമതൊരു കാര്യം, രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ബ്രാൻഡിംഗ് ആണ് പറയുന്നത്. ബ്രാൻഡിംഗിൽ ഇവരാരാ പിന്നില്? ഇപ്പോഴത്തെ ലൈഫ് പദ്ധതി, അതിനു മുന്നേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി VS അച്യുതാനന്ദൻ കേരളം ഭരിക്കുമ്പോണ്ടെന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ പേരെന്തായിരുന്നു? EMS ഭവന നിർമ്മാണ പദ്ധതി. ആരാ അതിന് പണം കൊടുത്തിരുന്നത്? അന്ന് സെൻട്രലി സ്പോൺസേഡ് സ്കീം ഉണ്ടായിരുന്നല്ലോ, IAY ഇന്ദിരാ ആവാസ് യോജന പദ്ധതി. അതായത് ലളിതമായി നമ്മുടെ മലയാളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, തിരുനക്കര അമ്പലത്തിലേക്ക് ഒരു ഭക്തൻ ഒരു പശുവിനെ നടയിരുത്തിയെന്ന് വിചാരിക്കുക. ആ പശുവിനെ നടയിരുത്തി കഴിഞ്ഞ് മറ്റൊരു ഭക്തൻ വന്ന് മറ്റൊരു വഴിപാട് കൊടുത്തു. ആ പശുവിന്റെ കഴുത്തിൽ മണി കെട്ടി കൊടുക്കാൻ തീരുമാനിച്ചു. ആ പശു ആരുടെ വഴിപാടായിട്ട് നമ്മുടെ നാട്ടിൽ പറയാ? മണി കെട്ടിയവന്റെ പേരിലാണോ അത് പശു കൊടുത്തവന്റെ പേരിലാണോ? ഈ തർക്കമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായാലും ദേശീയ ജനാധിപത്യ സഖ്യമായാലും കേന്ദ്രം ഭരിക്കുന്ന ജനാധിപത്യ സഖ്യമായാലും ഇവർ തമ്മിലുള്ള തർക്കം. ഇവർ പരസ്പരം പോരടിക്കുകയാണ്. അത് എട്ടുകാലി മമ്മൂഞ്ഞി ചമയാൻ വേണ്ടി പോരടിക്കുകയാണ്. അല്ലാതെ ജനങ്ങളുടെ വിഷയത്തിൽ ഒരു ഇടപെടലും ഈ രണ്ട് സർക്കാരും നടത്തുന്നില്ല. ഒരു ചർച്ച തുടങ്ങിയതിനു ശേഷം കോൺഗ്രസ് പ്രതിനിധിയും BJPയുടെ പ്രതിനിധിയും സംസാരിക്കുകയുണ്ടായി. ആദ്യം കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കട്ടെ. ഇപ്പോൾ ഇവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പൗരത്വ ബില്ലിനെ കുറിച്ച് സംസാരിച്ചു. പൗരത്വ ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവരുന്ന സമയത്തും കോൺഗ്രസിന്റെ MP മാരുണ്ടായിരുന്നു. ഒരക്ഷരം പോലും നിങ്ങൾ വേണ്ടി ആദ്യത്തെ പ്രമേയം ശശി തരൂരിന്റെ മാഷെ മുഖ്യമന്ത്രി പറഞ്ഞ കളവ് ഏറ്റുപറയാൻ വേണ്ടി പൊതുസമൂഹത്തിൽ മുഴുവൻ ആളുകൾക്ക് അറിയാവുന്ന അതിനുവേണ്ടി സമയം കളയില്ലേ? ആദ്യത്തെ പ്രമേയം തിരുവനന്തപുരം വിശ്വപുരുഷൻ ശശി തരൂർ കളവ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കല്ലേ? കളവായ പ്രസ്താവന പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കല്ലേ? മറുപടിക്ക് നിങ്ങൾക്ക് സമയമുണ്ടല്ലോ. എന്താണ് ഇത്ര അസഹിഷ്ണുത? കളവ് പറയുമ്പോൾ ഒരു പൊതുസമൂഹത്തെ താങ്കളുടെ ഉന്നതനെ പോലുള്ള രാഷ്ട്രീയ പ്രവർത്തനമുള്ള ഒരു കളവ് പരസ്യമായി പറയുമ്പോൾ നിങ്ങൾക്ക് ക്ഷമാശീലമുണ്ടെങ്കിൽ നിങ്ങൾ കോൺഗ്രസിൽ ഉറച്ചു നിൽക്കും. അതുകൊണ്ടാണ് നിങ്ങൾ BJPയിലേക്ക് പോകുന്നത്. ആ ക്ഷമ കാണിക്കാൻ പഠിക്കൂ. പഠിക്കൂ. ചേട്ടാ, ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ പൗരത്വ ഭേദഗതി ബില്ലിന് വരുന്ന സമയത്തും എതിർത്തില്ല, പോട്ടെ. പക്ഷേ
രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞ ദിവസം ഈ പൗരത്വ ഭേദഗതി ബിൽ പാസ്സാക്കിയപ്പോ ഇന്ത്യയുടെ ഏതെങ്കിലും സംസ്ഥാനത്തോ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം ഈ രാജ്യം മുഴുവൻ അലയടിച്ചപ്പോഴും നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതോ രാഷ്ട്രീയ പാപ്പരത്തമായി നിങ്ങൾ അംഗീകരിക്കുമോ? രണ്ടോ, ഇന്ത്യക്കകത്ത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ രാഹുൽ ഗാന്ധി BJPയെ ആണ് എതിർക്കുന്നതെങ്കിൽ ആ BJPയെ എതിർക്കാൻ നിങ്ങൾ ചെയ്യേണ്ടതോ BJPയുടെ പുലിവടയായ വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്ത് പോയി മത്സരിക്കുന്നതിന് പകരം നിങ്ങൾ എന്തിനോ വയനാട്ടിൽ വന്നോ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ എതിർക്കാൻ നിൽക്കുന്നു? മൂന്നാമത്തെ ചോദ്യം, കോൺഗ്രസിന് എങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യും? അവസാനം ഇതാ മഹേശ്വർ നായരടക്കം തിരുവനന്തപുരത്തോ BJPയിലേക്ക് പോയിരുന്നു. ഞാൻ ഈ മൈക്ക് വെച്ച് സംസാരിച്ചോ നേരം വെളുക്കുമ്പോൾ ഒരു കോൺഗ്രസുകാരൻ പോലും പോകരുതേ എന്നോ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ BJPയുടെ ബസ്സിലേക്കോ ടിക്കറ്റ് എടുത്തോ ആളെ പറഞ്ഞയിക്കുന്ന ചരിത്രപരമായ സംഭവം. BJPയോടും കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. BJPയോടും കൂടി ചോദിച്ച് അവസാനിപ്പിക്കട്ടെ. നേരത്തെ നിങ്ങൾ സംസാരിച്ചല്ലോ, ഒരു സുഹൃത്ത് ഇവിടെ ചോദിച്ചപ്പോ മതാധിപത്യ രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി ബിൽ കൊണ്ടുവന്നത് എന്ന് നഗ്ന സത്യമായി സുഹൃത്തെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കട്ടെ, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശിൽ നിന്നും ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കാൻ നിങ്ങൾ 6 ജാതിക്കാരുടെ പേര് പറയുന്നുണ്ടോ? അതിനകത്ത് ഹിന്ദുവും പാഴ്സിയും അതേ പഞ്ചാബിയും ജൈനനും ബുദ്ധമതക്കാരനും ക്രിസ്ത്യാനിയും കൂടി പറയുമ്പോ എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് നമ്മുടെ നാട്ടിൽ വന്നോ ഇവിടെ വന്ന് താമസിച്ച് വർഷങ്ങളായവർക്ക് നിഷേധിക്കപ്പെടുത്തുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾ കഴിയുമോ? നാളത്തെ BJPക്കാരാണ് എന്ന് വളരെ ആദ്യ ചോദ്യം അതല്ല. പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രമേയം അതിനെതിരെ ശശി തരൂരിന്റെയാണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു തെറ്റായ പ്രസ്താവന നടത്തിയപ്പോൾ കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അത് തിരുത്തിയതാണ്. ആ നുണ 100 ആവർത്തി താങ്കളെ പോലുള്ള ഇടതുപക്ഷ പ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തന മാന്യതയുണ്ടെങ്കിൽ ഇത്തരം സ്ഥലത്ത് ഉന്നയിക്കാൻ പാടില്ലായിരുന്നു. 2, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയിലേക്ക് കോൺഗ്രസിൽ നിന്നും ആളുകൾ പോകുന്നതെന്നാണ് ആ പ്രവർത്തകന്റെ ആ സുഹൃത്തിന്റെ ആരോപണം. ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് ശക്തിമാന്റെ രാഷ്ട്രീയമായിട്ട് കുറെ കാലങ്ങളായി. കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോയ ആളുകളുണ്ട്, പല പാർട്ടികൾക്കും പോയ ആളുകളുണ്ട്, അതുപോലെ തന്നെ വിവിധ പാർട്ടികളിൽ നിന്നും പോയിട്ടുണ്ട്. കേരളത്തിൽ നിന്നും ഇപ്പോ BJPയുടെ CKP പത്മനാഭൻ, അദ്ദേഹം ഏതു പാർട്ടിക്കാരെന്ന് അന്വേഷിക്കുക. അതുപോലെ തന്നെ കേരളത്തിലെ ധനകാര്യ മന്ത്രിയായിരുന്ന വിശ്വനാഥ മേനോൻ പാലക്കാട് ഏത് ചിഹ്നത്തിലാണ് മരിക്കുന്നതിന് മുന്നേ അദ്ദേഹം മത്സരം അന്വേഷിക്കുക. അതും കഴിഞ്ഞില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനം BJPയിലേക്ക് പോയെന്ന് മാത്രമല്ല, കേന്ദ്രമന്ത്രിയായപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹി ഹൌസിൽ വിരുന്നൊരുക്കി. TP ചന്ദ്രശേഖരൻ CPM വിട്ടപ്പോൾ 52 വെട്ടാണ് പിണറായി വിജയൻ നേതൃത്വത്തിൽ വെട്ടിയെങ്കിൽ അൽഫോൺസ് കണ്ണന്താനത്തിന് ഡൽഹി കേരള ഹൌസിൽ വിരുന്നൊരുക്കിയ നിങ്ങളാണ്. മൂക്കുമുട്ട കടിച്ച് ഏമ്പക്കും വിട്ട് ഇവിടെ വന്നിരുന്ന് കോൺഗ്രസിനെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു? ഇനി ഇടതുപക്ഷ പ്രവർത്തന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് കേരളത്തിൽ മത്സരിക്കുന്നത്? കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം സുഹൃത്തെ കേരളത്തിൽ ഒതുങ്ങുന്നില്ല, ഇന്ത്യയിൽ മുഴുവനുള്ള പ്രസ്ഥാനമാണ്. അത്ര മാനക്കേട് നിങ്ങൾക്കുണ്ടെങ്കിൽ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ടാണ് CPM ചേട്ടൻ പറയുമ്പോൾ മിണ്ടാണ്ടിരുന്നു. ചേട്ടൻ പറഞ്ഞ അതേ വാക്ക് കേട്ട് ബഹുമാനിച്ച് മിണ്ടാണ്ടിരുന്നു. ചേട്ടാ അത് മാനം എനിക്ക് കേട്ട്. നിങ്ങൾ അത്ര രാഹുൽ ഗാന്ധി മോശക്കാരനാണെങ്കിൽ തമിഴ്നാട്ടിൽ നിങ്ങൾ ലോക്സഭാ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ആ മത്സര പോസ്റ്ററിൽ ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെയും ചിത്രം ഞാൻ കണ്ടില്ല. കണ്ടത് രാഹുൽ ഗാന്ധിയുടെയാണ്. അത് തിരിച്ചറിയാൻ നിങ്ങൾ ആദ്യം തയ്യാറാകുക. പിന്നെ രണ്ടാമതൊന്ന്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിലെ ജലസേചന വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി ഓന്റെ പാർട്ടി ഏത് മുന്നണിയിലാ ചേട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക. ഞങ്ങൾക്കറിയില്ല.
ആ ജനതാദൾ ഏത് മുന്നണിയില ഇന്ത്യ മഹാരാജ്യത്ത് നിൽക്കുന്നത്? ആ നിങ്ങളാണോ ഞങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനം പഠിപ്പിക്കാൻ വരുന്നത്? ഞങ്ങളെ സംഘപരിവാർ വിരുദ്ധ സമരം പഠിപ്പിക്കാൻ വരുന്നത്? അതൊക്കെ മടിയിൽ വെക്കി ചേട്ടാ. ഇത് ചേട്ടന്റെ പഴയ കാലത്തെ ചോദ്യം, പുതിയ ചോദ്യം കൊണ്ടുപോകും. ഒരു ചോദ്യം കൂടെ വന്നോട്ടെ, എന്റെ മറുപടി ഇവിടെ നിന്ന് കൂടെ വന്നോട്ടെ. മറുപടി പറഞ്ഞോളൂ. അല്ലല്ല, അങ്ങോട്ടല്ല മറുപടി. ചോദിച്ചോളൂ. ഈ പറഞ്ഞ വേറൊന്നുമല്ല, മറ്റൊന്നുമല്ല. കേരളത്തിന് പുറത്തു പോകുമ്പോൾ നിങ്ങൾ രാഹുൽ ഗാന്ധി ചിത്രം വെച്ച് ഫ്ലെക്സ് അടിക്കുന്നു. എന്തുകൊണ്ടാണത്? കേരളത്തിൽ മാത്രം പരസ്പരം പോരാടുന്നു. പല മുന്നണി സമവാക്യങ്ങളിലും വ്യത്യാസമുണ്ട്, ദേശീയ തലത്തിൽ മറ്റും. അത് ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അല്ല, ഇന്ത്യ രാജ്യത്ത് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണ് അവിടെ ഇലക്ഷൻ നടക്കുന്നത്. ഇന്ത്യയിൽ ഏകമാനമായ ഒരേ രീതിയിലുള്ള ഒരു മുന്നണിയും രാഷ്ട്രീയവും കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. ഇവിടെ ചോദിച്ച കാര്യം വളരെ പ്രസക്തമല്ലേ? ഇടതുപക്ഷത്തിനോടാണോ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത്? വയനാട്ടിൽ BJP അപ്രസക്തമാണ്. അവിടെ ഒന്നാമത്തെ കക്ഷി, അവിടെ കോൺഗ്രസിനോട് ഫൈറ്റ് ചെയ്യുന്ന പാർട്ടി എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. കോൺഗ്രസ് സംഘപരിവാര ഭരണത്തെ ഒഴിവാക്കാനാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ അവർ മത്സരിക്കേണ്ടത് ഏറ്റവും ശക്തമായ BJP മണ്ഡലത്തിലാണ്. ആ കാര്യമാണ് ആ സുഹൃത്ത് പറഞ്ഞത്. ശരി, അത് മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കാതെ BJPയെ പരാജയപ്പെടുത്താൻ ഇടതുപക്ഷ കേന്ദ്രം വന്ന് മത്സരിക്കുന്ന നടപടി ശരിയല്ല. സാർ ചോദിച്ചോളൂ. ഇവിടെ കുറച്ചു നേരത്തെ കേരളത്തിലെ വൈദ്യശാസ്ത്രത്തെ കുറിച്ചുള്ള ചോദ്യം നടന്നു. ജില്ലാ ആശുപത്രിയിലെ അവിടെ ഡയാലിസിസ് മെഷീൻ ഉണ്ടോ, അവിടെ മറ്റുള്ള സൗകര്യം ഉണ്ടോ എന്നൊക്കെ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. വടക്കേ ഇന്ത്യയിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ നിങ്ങൾ കടന്നുപോയി പരിശോധിച്ചാൽ അവിടെയുള്ള ആളുകൾ ചോദിക്കുന്നത് ഞങ്ങൾക്കൊരു ചെറിയ മെഡിക്കലിന്റെ ഒരു സൗകര്യം ചെയ്തു തരാൻ പറ്റുമോ? ഞങ്ങളൊക്കെ വടക്കേ ഇന്ത്യയിൽ പോയി ധാരാളം ഗ്രാമങ്ങളിൽ പോയിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം UP യിൽ പോയി എന്റെ വൈഫിനെ ഒന്ന് മൂത്രമൊഴിക്കാൻ ചോദിച്ചപ്പോൾ കാണിച്ചു തന്നത് കരിമ്പുതോട്ടമാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മറ്റൊരു ചോദ്യം. ഇവിടെ 4 അക്ഷരം ഇംഗ്ലീഷ് പഠിപ്പിക്കാനും പഠിപ്പിച്ച ഇവിടെയുള്ള മറ്റുള്ള മിഷണറിമാരെ തല്ലിക്കൊല്ലുന്നതോ പട്ടിയെ പോലെ അടിച്ചമർത്താണോ ഇവിടുത്തെ വടക്കേന്ത്യയിലെ നയം? ഇതിന് എന്തു മറുപടി നിങ്ങൾക്ക് പറയാൻ പറ്റും? ഹരി, വളരെ പെട്ടെന്ന് ഹരി മറുപടി കൊടുക്കണം. കാരണം വളരെ പ്രസക്തമായ അദ്ദേഹത്തിന്റെ നിങ്ങളുടെ വികസനം നിങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ വലുതാണെന്നാണ് പറഞ്ഞത്. അല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുണ്ടായ ദുരനുഭവത്തിൽ ഞാനും ഖേദിക്കുന്നു. അത് അദ്ദേഹം പറഞ്ഞത് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ വടക്കേ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും എല്ലാ ആരോഗ്യ മേഖലയും പൂർണ്ണമായത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് മുമ്പിലുള്ള തൃശൂർ ജനത വോട്ട് ചെയ്യേണ്ട എനിക്ക് മുമ്പിലുള്ള ജനറൽ ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം നിർത്തലായിട്ട് വർഷത്തിലും മേലെയായി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ ഈ സമയത്ത് വൈകിട്ട് 7 മണിക്ക് ന്യൂസ് 18 ചാനൽ ചർച്ച നടത്തുമ്പോ ഒരു കാർഡിയാക് സ്പെഷ്യലിസ്റ്റോ ഒരു പീഡിയാട്രിഷനോ ഒരു ഗൈനക്കോളജിസ്റ്റോ ഉൾപ്പെടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ഈ ജില്ലാ ആശുപത്രിയിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരു അസുഖം വന്നാൽ അവിടെ കിടന്ന് മരിക്കുകയല്ലാതെ സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക് ക്ഷമ വേണ്ടേ, സഹിഷ്ണുത വേണ്ടേ, മര്യാദ വേണ്ടേ? എന്താ കമ്മ്യൂണിസ്റ്റുകാരത്? മോശല്ലേ? സഹിഷ്ണുത വേണ്ടേ? അപ്പൊ ഈ ആശുപത്രിയിൽ ചികിത്സിക്കാനായി ഈ സമയത്ത് ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഇല്ല. ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുന്നു. കേരളത്തിലെ ആരോഗ്യ മേഖല ഇത്രയൊക്കെ വികസിച്ചെങ്കിൽ പിണറായി വിജയൻ എന്തിനാ ചികിത്സിക്കാൻ അമേരിക്കയിലേക്ക് പോണത്? ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് പോണത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹത്തിന് ചികിത്സ നേടിക്കൂടെ? എല്ലാം കൈവരിച്ചെങ്കിൽ കൊടിയേരിനെ പാർട്ടി ചെലവിൽ എന്തിനാണ് അമേരിക്കയിലേക്ക് കൊണ്ടുപോയത്? വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് തിരുവനന്തപുരത്തെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സിച്ചൂടെ? അപ്പൊ നിങ്ങളുടെ പിണറായി വിജയനും കൊടിയേരി ബാലകൃഷ്ണനും നേതാക്കന്മാർക്കുമൊക്കെ അസുഖം വരുമ്പോ കേരളത്തിലെ ആശുപത്രികൾ പോരാ. ഇവിടെ കോരന്റെ മകനും മന്തോണിയുടെ കുട്ടിക്കും മുഹമ്മദിന്റെ പുത്രനും ചികിത്സ, സ്പെഷ്യലിസ്റ്റ് സൗകര്യങ്ങളോ ഡോക്ടർമാരോ ഡയാലിസിസ് യൂണിറ്റോ എന്തിന്? കൃത്യമായി ഹൈജീനിക്ക് പോലുമല്ലാത്ത ഈ തുറന്നു വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങളിൽ സാധാരണക്കാരന് ചികിത്സ. ഇതാണോ കമ്മ്യൂണിസ്റ്റ് നയം? ഹലോ, എന്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണത്. എന്റെ കാലിലൊരു സർജറി വേണ്ടി വന്നിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ പോവാം. ഞാൻ ഇതുവരെ പോയിട്ടില്ല. മെഡിക്കൽ കോളേജിൽ പോവാന്ന് വിചാരിച്ച് അവിടെ പോയി കഴിഞ്ഞ് അത് പൊട്ടിപ്പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പം അവർ പറഞ്ഞു നാളെ വാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറെ എഴുതി തന്നു, ഇന്ന് തന്നെ എമർജൻസി ആയിട്ട് ഇത് സ്കാൻ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സർജറി ചെയ്യാം, സ്കാൻ ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് അവർ പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴും ഈ ഇവർ പറഞ്ഞു ഇപ്പൊ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ വേഗം ഡോക്ടറെ അടുത്ത് പോയി ആളെ ആ പേപ്പറിൽ തന്നെ ഇപ്പൊ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എഴുതി തന്നു. പിന്നെ ഈ പേപ്പറും കൊണ്ട് ഞാൻ വീണ്ടും ചെന്നപ്പോഴും പറഞ്ഞു അവിടെ എല്ലാവരും വരി നിൽക്കാണ്.
ഈ സ്കാനിങ് സെന്ററിന്റെ മുമ്പിൽ എല്ലാവരും വയ്യാത്ത ആൾക്കാര് ഒക്കെ കിടപ്പും കസേരയിൽ ഇരിപ്പും ഒക്കെ ആയിട്ട് അങ്ങനെ വെയിറ്റിംഗിലാണ്. അപ്പോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ചെന്നപ്പോ ഇവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എനിക്കല്ല, എന്റെ ജീവനല്ല എനിക്ക് വലുത്. പിന്നെ ആ ഡോക്ടറെ അടുത്ത് ഞാൻ പോയില്ല, നേരെ പോയിട്ട് മെട്രോയിൽ പോയിട്ട് ഞാൻ ചികിത്സിച്ച് ക്ലിയർ ആക്കുകയാണ് ചെയ്തത്. അപ്പൊ എനിക്കത് സാധിക്കും. പക്ഷെ ഒരു സാധാരണക്കാരന് ഈ പറഞ്ഞ കോരന്റെ മകനും അവർക്ക് ഇവർക്കൊന്നും ഇത് പറ്റണമെന്നില്ല. എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, കമ്പനി ഇൻഷുറൻസ് ഉണ്ട്, എനിക്ക് നല്ല ചികിത്സ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയത്. അപ്പൊ അത് ജനങ്ങളെ പറഞ്ഞ് തെറ്റിപ്പിക്കരുത് പ്ലീസ്. അതെ, എനിക്ക് ചോദിക്കാനുള്ളത് BJP പ്രതിനിധികളാണ്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ഈ തൃശൂർ ജില്ലയിൽ 3 തവണ ഈ അടുത്ത അവസരത്തിൽ വന്നുപോയി. നമ്മുടെ രാജ്യത്ത് കുറച്ച് മാസങ്ങളായി മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനത്ത് അവിടുത്തെ അമ്മ പെങ്ങന്മാരെ വരെ ഉടുതുണിയില്ലാതെ നടു റോട്ടിൽ കൂടി ബലാത്കാരമായി നടത്തുന്നത് നമ്മളെല്ലാവരും മീഡിയയിൽ കൂടി കണ്ടതാ. ഈ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു തവണയെങ്കിലും ഈ മണിപ്പൂർ സന്ദർശിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം എനിക്ക് BJP ഉത്തരം പറയട്ടെ. ഇതിന് ഉത്തരം ഒന്ന് പറയട്ടെ. BJP സർക്കാർ BJP പ്രതിനിധിയെ ഉത്തരം പറയേണ്ടത് അത് എന്റെ ഒരു പ്രസക്തമായ ചോദ്യമാണ്. അതിനൊരു ഉത്തരം പറഞ്ഞു. മണിപ്പൂരിൽ സമാധാനം ഉണ്ടാക്കാനായി അവിടെ രണ്ട് ഗോത്രങ്ങൾ, കുക്കി മൈത്തേയ് ഗോത്രങ്ങൾ തമ്മിൽ കുറച്ചു കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തർക്കത്തെ തുടർന്ന് പ്രധാനമന്ത്രി അവിടെ സന്ദർശിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ അവിടെ ആ കലാപം അടിച്ചമർത്തുന്നതിൽ കേന്ദ്ര സർക്കാരും കേന്ദ്ര സേനകളും ഒത്തൊരുമിച്ച് നടത്തിയ വലിയ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് മണിപ്പൂർ ശാന്തമായി ഉറങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ മണിപ്പൂരിൽ സമാധാനവും ശാന്തിയും പുലരുന്നതിന് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന സർക്കാരുമാണ് കാരണക്കാർ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും അവരോട് നന്ദി പറയാം. രഞ്ജിത്ത് ഒരു മിനിറ്റ് ഇവിടെ പറയട്ടെ. മണിപ്പൂരിൽ ശാന്തി ഉണ്ടോ? ഒരു മിനിറ്റ് അനവധി ദേവാലയങ്ങൾ അവിടെ തകർക്കപ്പെട്ടു. അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നാളെ നിങ്ങൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ചോദിക്കട്ടെ, നാളെ നിങ്ങൾ ഇവിടുത്തെ പുത്തമ്പള്ളി തകർക്കില്ല എന്ന് ആര് കണ്ടു? നാളെ നിങ്ങൾ പാലയൂർ പള്ളി തകർക്കില്ല എന്ന് ആര് കണ്ടു? നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതിനെ കൂട്ടു നിൽക്കുന്ന ഇവിടുത്തെ UDF-കാരനെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാം? അപ്പൊ അതിനെ കുറിച്ചൊരു മറുപടി കൂടി നിങ്ങൾ ഒരു ചോദ്യം മറുപടി പറയട്ടെ. അതെ സഖാവേ നിങ്ങൾക്ക് പള്ളിയില്ല, അമ്പലമില്ല, മാതാവ് മിത്താണ്, ഗണപതി മിത്താണ്, അയ്യപ്പനില്ല, ഭഗവതിയില്ല, യേശുദേവനില്ല, അള്ളാഹു ഇല്ല എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് പള്ളിയിലും പള്ളിക്കാരിലുമൊക്കെ സഹിഷ്ണുത വേണം, സഹിഷ്ണുത വേണം, സഹിഷ്ണുത വേണം, സഹിഷ്ണുത വേണം, സഹിഷ്ണുത 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 കമ്മ്യൂണിസ്റ്റുകാരാ, സഹിഷ്ണുത സഹിഷ്ണുത കമ്മ്യൂണിസ്റ്റുകാരാ, സഹിഷ്ണുത സഹിഷ്ണുത വേണം, സഹിഷ്ണുത പറയട്ടെ, മറുപടി പറയട്ടെ. ശബരിമല ശാസ്താവിന്റെ പൂങ്കാവനത്തിൽ പെണ്ണുങ്ങളെ കയറ്റി അയ്യന്റെ പൂങ്കാവനം മലീസമാക്കിയ പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റുകാരുമാണോ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നത്? അതാരും ഈ കേരളത്തിൽ ആരും മറന്നിട്ടില്ല. ബിന്ദു അമ്മിണി